അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ചികിത്സാ രീതികളെല്ലാം വളരെ മെച്ചപ്പെട്ടതാണ് എന്ന് നമുക്കൊരു വാദമുണ്ട്. സർക്കാരും അത്തരം വാദം മുന്നോട്ട് വയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചധികമായി നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നതാണ്, ഒരാൾക്ക് ക്യാൻസർ ആണെങ്കിൽ നേരെ US-ലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി ചികിത്സ തേടുന്ന ഒരു അവസ്ഥ. അപ്പം അമേരിക്കയിലൊക്കെ പോയി ചികിത്സിച്ചാൽ ഈ ക്യാൻസർ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റും എന്നൊരു സാധാരണക്കാർക്കൊരു അങ്ങനെ ഒരു അവയർനെസ്സും കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം കൂടി ആയിരിക്കില്ലേ കൊടുക്കുന്നത്? അതെ, അതിന്റെ പ്രശ്നം വരുന്നത് നമ്മുടെ ഇപ്പോൾ ചികിത്സാ രീതി, ഇപ്പോൾ ക്യാൻസറിന്റെ ചികിത്സയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അതിലൊരു നാഷണൽ കോംപ്രിഹെൻസീവ് ക്യാൻസർ നെറ്റ്വർക്ക്, അത് അമേരിക്കൻ ബേസ്ഡ് ഓർഗനൈസേഷനാണ്. അവരുണ്ടാക്കിയ ഒരു പ്രോട്ടോകോൾസ് ആണ് നമ്മൾ ലോകത്തിൽ മിക്കവാറും എല്ലാ ആശുപത്രികളിലും ഫോളോ ചെയ്യുന്നത്. കാരണം ക്യാൻസർ ഒരു അത്ര എളുപ്പമുള്ള അസുഖമല്ല. ഒരു പനിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. അതിൻ്റെ സ്റ്റേജും കാര്യങ്ങളും എല്ലാവരും നമുക്ക് അറിയണം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോട്ടോകോൾ ബേസ്ഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവരെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ എവിടെ പോയാലും ട്രീറ്റ്മെൻറ്റ് ഒന്ന് തന്നെയായിരിക്കും. പലപ്പോഴും ആൾക്കാർ വരുമ്പോൾ ഈ സംശയം ഉണ്ടാവും, ഞങ്ങൾ എവിടെ ചികിത്സിക്കണം, ആരെ കാണണം. അപ്പോൾ ആൾക്കാർക്ക് നമ്മൾ മിക്കവാറും എല്ലാ ഡോക്ടേഴ്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ആ പ്രോട്ടോകോൾ കാണിച്ചു കൊടുക്കും. നമ്മുടെ എല്ലാം കമ്പ്യൂട്ടർ ഉണ്ട്, അവർ നോക്കിയാൽ അറിയാം, ഇതെല്ലാം ഫ്രീലി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇതാണ്, ഇതാണ് ചെയ്യേണ്ടത്, ഈ ഓപ്ഷൻസ് ഉണ്ട് എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ കുറേയൊക്കെ ഡൗട്ടുകൾ മാറും. പിന്നെ പലർക്കും ഇപ്പോൾ കേരളത്തിൽ കുറേയധികം മക്കളും അല്ലെങ്കിൽ റിലേറ്റീവ്സും പുറത്തുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം ഒപ്പീനിയൻസ് അവിടെ എടുക്കാറുണ്ട്. അപ്പോൾ ഒപ്പീനിയൻ എടുക്കുമ്പോൾ അവിടുത്തെ ഡോക്ടറും പറയുന്നത് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു ഇതില്ല. പിന്നെ എന്തുകൊണ്ട് ആൾക്കാർ പുറത്ത് പോകുന്നു, ഐ തിങ്ക് അതൊരു പ്രൈവസിയുടെ പ്രശ്നമായിരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ മീഡിയയോ അല്ലെങ്കിൽ ആൾക്കാരോ നമ്മളെ സെലിബ്രിറ്റീസിനെ കണ്ടു നമ്മുടെ ഹോസ്പിറ്റലിൽ അവർ വരുമ്പോഴത്തേക്കും ഈവൻ സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ട്, വീൽ ചെയർ പോകുന്ന ആൾക്കാർ അടുത്തും സെൽഫി എടുക്കുന്ന സിറ്റുവേഷൻ നാട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിരിക്കും ഒരുപക്ഷെ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരോ പുറത്ത് പോകുന്നത്. പിന്നെ ഒരു കാര്യം വരുന്നത് ക്ലിനിക്കൽ ട്രയൽസാണ്. ഇപ്പോൾ ക്ലിനിക്കൽ ട്രയൽസ് നമ്മുടെ നാട്ടിൽ അത്ര സുലഭമായി കിട്ടുന്നില്ല. അപ്പോൾ അത് പുറത്ത് പോയാലും ബുദ്ധിമുട്ടാണ്. ആ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ പുറത്ത് പോകുന്നതിൽ തെറ്റില്ല ഞാൻ